വെൽക്കം ബാക്ക് ടു കോഡ് ബ്ലാസ്റ്റേഴ്സ്. സോ ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം മെറ്റാ ടാഗ്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ മെറ്റാ ടാഗ്സ് ആർ ബേസിക്കലി യൂസ്ഡ് ഫോർ SEO പർപ്പസസ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് മെറ്റാ ടാഗ്സ് യൂസ് ചെയ്യുക. സോ അതിന് കീവേഡ്സ്, ഡിസ്ക്രിപ്ഷൻ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മളത് അച്ചീവ് ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. സോ ബേസിക്കലി ഇനീഷ്യലി ഞാൻ മെറ്റാന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ എമെറ്റ് അബ്രിവേഷൻ നിങ്ങൾ കാണാം. ഒരുപാട് ഓപ്ഷൻസ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ റീഡയറക്റ്റഡ്സ്, കോമ്പാക്ട്. ഓക്കെ, സോ അതിൻ്റെ ചില ഫീച്ചേഴ്സാണ് ഞാൻ അത് കാണിച്ചു തരാം. നമ്മളത് അച്ചീവ് ചെയ്യുക. മെറ്റാ നെയിം ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ആൻഡ് കോണ്ടൻറ്റിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടുള്ള കോണ്ടൻറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കേണ്ടത്. നമ്മൾക്കിവിടെ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് മെറ്റ നെയിം ആസ് കീവേഡ്സ് ആൻഡ് അവിടെ ഒരു കോണ്ടൻറ്റ് പ്ലേസ് ചെയ്യണം. നമ്മുടെ സൈറ്റിന് അക്കോർഡിംഗ്ലി HTML ട്യൂട്ടോറിയൽസ്, ഓക്കെ, CSS, JavaScript, എനിത്തിങ് നിങ്ങൾക്ക് എന്തും കൊടുക്കാം. അക്കോർഡിംഗ് ടു വെബ്സൈറ്റ് തന്നെ ആവും. ആൻഡ് വൺ മോർ തിങ് ഉണ്ട്, ഓത്തർ. ഓക്കെ, ഓത്തർ കോണ്ടൻറ്റ്, അത് ഓത്തറിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, വിമൽ. ഇവിടെ റെഡ് കളർ. ഓക്കെ, ബിക്കോസ് ഞാനിവിടെ ഇത് ഞാൻ ക്ലോസിങ് ടാഗ് ഇട്ടില്ല. ഓക്കെ, ഫൈൻ. സോ ബേസിക്കലി ഇത്ര കാര്യങ്ങളാണ്, ഇത്രയാണ് ഇനീഷ്യൽ കാര്യം. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആൻഡ് സേവ് ചെയ്തവർക്ക് സേവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് ഞാൻ ഇൻസ്പെക്ട് എലമെൻറ്റിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇത് എവിടെയാണ് കാണപ്പെടുക. ഓക്കെ, സോ നമ്മുടെ ബ്രൗസറിൽ വരിക. ഓക്കെ, ബ്രൗസറിൽ വന്നു മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, അവിടെ ഇൻസ്പെക്ട് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ഓൺ ഇൻസ്പെക്ട്. ഓക്കെ, സോ ഇവിടെ ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ഇതെവിടെ ഡോക് ടൈപ്പ് HTML ആൻഡ് നമ്മൾ VS കോഡിൽ ടൈപ്പ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ബ്രൗസറിനകത്ത് നിങ്ങൾക്ക് കാണും. എലമെൻറ്റ്സ് ടാബിലാണ് കേട്ടോ, എലമെൻറ്റ്സ്. ആൻഡ് അവിടെ ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഹെഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റാ ടാഗ്സിനെ കുറിച്ച് കാണാം. മെറ്റാ നെയിം ഡിസ്ക്രിപ്ഷൻ, മെറ്റാ നെയിം കീവേഡ്സ്, മെറ്റാ നെയിം ഓർഡർ. ഓക്കെ, സോ ഇൻസ്പെക്ട് എലമെൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ തൽക്കാലം നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ആൻഡ് ബാക്ക് ടു ദ കോഡ്. ഓക്കെ, so next is Meta Characterset equal to UTF-8. ഇതെന്താണെന്ന് വെച്ചാൽ മെറ്റ ക്യാരക്ടർ സെറ്റ്, ഇതിന് പറയും ക്യാരക്ടർ സെറ്റ്. ഓക്കെ, ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി UTF-8 എന്ന് പറഞ്ഞ ഒരു എൻകോഡിംഗ് ആണ്. HTML ഫയൽ ബൈ ഡിഫോൾട്ട് UTF-8 ആണ് യൂസ് ചെയ്യുക. സോ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പ്രാക്ടിക്കലി കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ ക്യാരക്ടർ സെറ്റ് UTF-8 എന്ന് വെച്ചാൽ HTML5ൻ്റെ ഒരു ബൈ ഡിഫോൾട്ട് ക്യാരക്ടർ സെറ്റ് UTF-8 ആണ്. ഓക്കെ, so character set UTF-8
UTF-8 HTML5 ബൈ ഡിഫോൾട്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വെച്ചാൽ ഈ HTML5 വെർഷനാണ് ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ്. ഇതിന് മുന്നേ HTML2 വെർഷൻ ഉണ്ടായിരുന്നു, HTML4 വെർഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ HTML4 യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ സെറ്റ് ഉണ്ടായിരുന്നു, അത് ISO-8859-1. ഓക്കെ, ഇതായിരുന്നു HTML4 യൂസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ എന്താണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ആൻ എൻകോഡിങ്. എൻകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കൺവേർട്ട് വൺ ഫോം ഓഫ് ഡേറ്റ ഇൻ ടു അനദർ ഫോം, അതാണ് എൻകോഡിങ്. സോ ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ കീബോർഡിൽ പ്രസ് ചെയ്യാം ABCD. ഓക്കെ, ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, ഇത് ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജ്. പക്ഷേ ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ കമ്പ്യൂട്ടറിന് ABCD മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ഓൺലി ബൈനറി ഡാറ്റയാണ്, ലൈക്ക് 0 and 1. ഇതാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ്, ഇത് ഹ്യൂമൻ റീഡബിൾ. സോ ഈ ABCD കീബോർഡിന് ടൈപ്പ് ചെയ്ത് ഇത് ബൈനറി ലാംഗ്വേജ് ആയി കൺവേർട്ട് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡിനാണ് പറയുക ASCII കോഡ്. encoding standard ASCII കോഡ് എന്ന് ഫർദറായി ഇവോൾവ് ചെയ്ത് വന്ന ലാസ്റ്റ് HTML4 നമ്മൾ കണ്ട വെർഷനായിരുന്നു ഞാനിവിടെ നേരത്തെ മെൻഷൻ ചെയ്ത ISO-8859-1 ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് UTF-8. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ ABCD. ഓക്കെ, സോ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് ABCD. ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള UTF ക്യാരക്ടർ സെറ്റ് എന്തായിരുന്നു വെച്ചാൽ 65. ഓക്കെ, ഫോർ A 65 ആയിരിക്കും, ഫോർ B 66, for C 67, and for D 68. For D it is 68. And as soon as we type something on keyboard, ഈ UTF-8 ഈ ക്യാരക്ടർ സെറ്റിൽ മെൻഷൻ ചെയ്തുകൊണ്ട് ഈ 65 നേരെ 65ൻ്റെ ബൈനറിയിലേക്ക് കൺവേർട്ട് ആവും. ആൻഡ് ഫൈനലി കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവും. കമ്പ്യൂട്ടർ ആ 65നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യും, 65 66നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഈ പ്രോസസ്സൊക്കെ ഫാസ്റ്റാണ്. സോ ആസ് സൂൺ ആസ് നമ്മൾ A ടൈപ്പ് ചെയ്യുക, അത് ക്യാരക്ടർ സെറ്റ് UTF-8 കൺവേർട്ട് ടു 65 ആൻഡ് ഡയറക്ട്ലി ടു ബൈനറി. ആൻഡ് അങ്ങനെയാണ് ഫങ്ഷനാലിറ്റി. ഓക്കെ, സോ ഇതൊരു സ്റ്റാൻഡേർഡാണ്. ഇത് എവിടെ ഏത് വേൾഡിൽ എവിടെ പോയാലും ഈ ഒരു ക്യാരക്ടർ സെറ്റ് ഒരു സ്റ്റാൻഡേർഡായിട്ട് മെൻഷൻ ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഫങ്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഫർദറായിട്ട് സ്റ്റഡി ചെയ്യും. ഓക്കെ, ആൻഡ് ഫൈനലി ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മെയിൻലി വരുന്നത് വെച്ചാൽ ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൽഫബറ്റ്സിൻ്റെ അഗെയിൻസ്റ്റുള്ള ആൽഫബറ്റ്സിൻ്റെ അഗെയിൻസ്റ്റുള്ള നമ്പേഴ്സ്. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് 1963 കാര്യമാണ്. ASCII കോഡ് വന്ന സമയത്തുള്ള 1963 കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഒരുപാട് ലാംഗ്വേജസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഒരുപാട് ലാംഗ്വേജസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് കൂടാതെ ഇനി മലയാളം, തമിഴ്, ഹിന്ദി. അപ്പോൾ ഇതിനൊക്കെ
കമ്പ്യൂട്ടറിന് മനസ്സിലാവേണ്ട ബൈനറി ഫോർമാറ്റ്സ് ഒരു ക്യാരക്ടർ സെറ്റാക്കി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ അത് ഈ ISO-8859-1 എന്ന ക്യാരക്ടർ സെറ്റിന് പറ്റാതെ വരുമ്പോഴാണ് ഇവരത് അപ്ഡേറ്റ് ചെയ്ത് UTF-8 കൊണ്ടുവന്നത് ക്യാരക്ടർ സെറ്റ്. ആൻഡ് ഈ UTF-8 ഇപ്പോൾ എവറിത്തിങ് ഈസ് പോസിബിൾ ഇൻ UTF-8. കാരണം UTF-8ന് അതിന് ഒരുപാട് ക്യാരക്ടേഴ്സ് UTF-8 സപ്പോർട്ട് ചെയ്തിട്ട്, ഒരുപാട് സിമ്പിൾസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഒരുപാട് ഫോറിൻ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അൺലൈക്ക് ISO-8859. സോ നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് UTF-8 യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഡെവലപ്പർ 1 പകരം ഞാനിവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഇതിപ്പോൾ UTF-8ലാണ്. ഓക്കെ, സോ ഞാൻ ബ്രൗസറിൽ വരികയാണ്. ബ്രൗസറിൽ വന്ന് ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇവിടെ റിഫ്രഷ്, ഇംഗ്ലീഷ്, മലയാളം. ഓക്കെ, ഞാൻ സേവ് ചെയ്തില്ല. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. നൗ ഓക്കെ, ഇതിപ്പോൾ UTF-8ലാണ് നിങ്ങൾ കണ്ടത്. ഇത് നേരെ ക്യാരക്ടർ സെറ്റ്, HTML4 ക്യാരക്ടർ സെറ്റ് യൂസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് സേവ് ചെയ്ത് ബ്രൗസറിൽ വന്ന് റിഫ്രഷ് അടിക്കുക. നോ ചേഞ്ചസ്. നൗ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ മലയാളം ആൻഡ് ഹിന്ദി അത് മലയാളം ടെക്സ്റ്റ് കൊടുത്തു നോക്കുക. ഓക്കെ, മലയാളം ടെക്സ്റ്റ് കൊടുക്കാൻ എടുത്തത് ഇവിടെ ഇല്ല. സോ ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് ടു മലയാളം എന്ന് കൊടുക്കുമ്പോൾ മലയാളം എന്ന് വന്നു. ഞാൻ മലയാളം കോപ്പി ചെയ്തു, മലയാളം. അതുപോലെ ഹിന്ദി, വന്നപ്പോൾ ഹിന്ദി. ഓക്കെ, ഹിന്ദി സെലക്ട് ചെയ്തു, ഹിന്ദി, സേവ്. ഫൈനലി ഇവിടെ ക്യാരക്ടർ സെറ്റ് ഇപ്പോൾ UTF-8 അല്ല, ISO-8859-1 ആണ്. എന്താ സംഭവിക്കുക നോക്കാം. സി, മലയാളം ആൻഡ് ഹിന്ദി ലാംഗ്വേജ് ഓൾഡ് ക്യാരക്ടർ സെറ്റ് സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? UTF-8 ഇട്ട് സേവ് ചെയ്തപ്പോൾ മാജിക്. സോ ദാറ്റ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് UTF-8. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പഠിക്കണമെന്നില്ല, ബട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓക്കെ, ആൻഡ് ഫൈനലി Meta HTTP equivalent XA compatible content IE. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഓൺലി ഫോർ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഇതാണ്. കാരണം ഇവിടെ നമുക്ക് കണ്ടന്റ് IE = Edge. അപ്പോൾ ഇപ്പോൾ വേൾഡിൽ കുറച്ച് സ്മോൾ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ IE യൂസ് ചെയ്യൂ. കാരണം ചില ഓൾഡ് ജനറേഷൻസിലെ ആൾക്കാരുണ്ടാവും, ചില ഓൾഡ് പീപ്പിൾ ഉണ്ടാവും. അവരവരെ കമ്പ്യൂട്ടർ സിസ്റ്റം ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യില്ല. സോ അത് കാരണം അത് വെച്ച ഒരു ടാഗ് മാത്രമാണിത്. അതിന് IE എഡ്ജിന് വേണ്ടി കോമ്പാറ്റബിളായ ഒരു ബ്രൗസറിന് വേണ്ടിയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് Meta name = viewport and content width, device width. ഇത് മെയിൻലി റെസ്പോൺസീവ് ഡിസൈൻ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റാ ടാഗാണ്. റെസ്പോൺസീവ് ഡിസൈൻ വെബ് ഡെവലപ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് റെസ്പോൺസീവ് ഡിസൈൻ. അത് നമ്മൾ ഫർദർ പറയുന്നതായിരിക്കും. റെസ്പോൺസീവ്നെസ് ഉള്ള ഒരു വെബ്സൈറ്റാണ് അധികം ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്. സോ ഒരു റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെബ്സൈറ്റിലൂടെ കാണുന്ന ഒരു പേജ്, ഇതിപ്പോൾ വെബ് പേജാണ്. ഞാനിവിടെ
ഇൻസ്പെക്റ്റിൽ പോയി ഈ എലമെൻറ്റ്സിൻ്റെ സൈഡിലൊരു ടാബ് ഉണ്ട്, ടോഗിൾ ഡിവൈസ് ടൂൾ ബാർ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റിൻ്റെ അലൈൻമെൻറ്റിൽ തെറ്റുന്നുണ്ടോ? ബേസിക്കലി വെബ്സൈറ്റ് ആൻഡ് മൊബൈലിൻ്റെ അലൈൻമെൻറ്റ് തെറ്റാതെ പ്യുവർലി വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ കോമ്പാറ്റബിൾ സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ് റെസ്പോൺസീവ് എന്ന് പറയും. ഈ കൺസെപ്റ്റ് നമ്മൾ ഫർദർ പഠിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഫർദർ വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം.